പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ബ്രിട്ടനിൽ പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ രാജിക്കായി സമ്മർദ്ദം ശക്തമാവുകയാണ്. ലേബർ പാർട്ടിയുടെ 70-ലധികം എംപിമാർ കീർ സ്റ്റാർമർ രാജിവെക്കണമെന്ന ആവശ്യമുയർത്തി രംഗത്തെത്തിയിട്ടുണ്ട്. സ്വന്തം പാളയത്തിൽ വിമത നീക്കം ശക്തമായതിനു പിന്നാലെ സ്റ്റാർമർ വരും മണിക്കൂറുകളിൽ രാജിവെച്ചേക്കുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ലേബർ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളടക്കമുള്ളവർ സ്റ്റാർമറിൻ്റെ നേതൃത്വത്തെ പരോക്ഷമായി ചോദ്യം ചെയ്തും അതൃപ്തി പ്രകടിപ്പിച്ചും രംഗത്തെത്തിയിരുന്നു. ഇതിനിടെ വിദേശകാര്യ സെക്രട്ടറി വെറ്റെ കൂപ്പർ, ആഭ്യന്തരമന്ത്രി ഷബാന മഹ്മൂദ് എന്നിവർ സ്റ്റാർമറോട് പദവി ഒഴിയുന്നത് പരിഗണിക്കണമെന്ന് നിർദ്ദേശിച്ചതായി ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നിവിടങ്ങളിൽ നടന്ന കൗൺസിൽ തെരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടിയാണ് ഇക്കുറി ലേബർ പാർട്ടിക്കുണ്ടായത്. വെയിൽസിൽ 1999 ശേഷം ആദ്യമായി പാർലമെൻറ്റിൻ്റെ നിയന്ത്രണം പാർട്ടിക്ക് നഷ്ടമായത് കനത്ത പ്രഹരമായാണ് വിലയിരുത്തപ്പെടുന്നത്. 27 വർഷക്കാലം അധികാരത്തിൽ നിന്ന ലേബർ പാർട്ടിക്ക് ആകെയുള്ള 96 സീറ്റുകളിൽ 9 മാത്രമാണ് വിജയിക്കാനായത്. പ്ലെയ്ഡ് കമ്പനി 43 സീറ്റുകൾ പിടിച്ചെടുത്ത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായപ്പോൾ റിഫോം UK 34 സീറ്റുകളിലും വിജയിച്ചു. തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിക്ക് പിന്നാലെ സ്റ്റാർമറുടെ നേതൃത്വത്തെ വിമർശിച്ച് മന്ത്രിമാരുടെ 4 ഉപദേശകർ രാജിവെച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് ജനവിശ്വാസം നഷ്ടപ്പെട്ടതായി ആരോഗ്യ സെക്രട്ടറി വെറ്റ് സ്ട്രീറ്റിങ്ങിൻ്റെ ഉപദേശകൻ ജോ മോറിസ് പറഞ്ഞപ്പോൾ സ്റ്റാർമറിന് പാർട്ടിക്കുള്ളിൽ മേൽക്കോയ്മ നഷ്ടപ്പെട്ടുവെന്നും അത് വീണ്ടെടുക്കാൻ കഴിയില്ലെന്നുമായിരുന്നു പരിസ്ഥിതി സെക്രട്ടറി MR റെയ്നോൾഡ്സിൻ്റെ ഉപദേശകനായ ടോം റൂട്ട്ലാൻഡിൻ്റെ പ്രതികരണം.